നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA സഖ്യം ആകെയുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ 399 സീറ്റുകൾ നേടിയേക്കുമെന്നുള്ള ഒരു പ്രവചനം ഇന്ത്യ TV CNX സർവേ ഫലം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP മാത്രം 342 സീറ്റുകൾ നേടുമെന്നുകൂടി ഈ സർവേ അഭിപ്രായപ്പെട്ടിരുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള INDA സഖ്യം 94 സീറ്റുകൾ നേടിയേക്കാം എന്നുകൂടി സർവേ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കണക്കുകൾ കൂട്ടിയിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഈ സർവേയുടെ പല വശങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ കൂടുതലായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും BJPയുടെ ഏറ്റവും മികച്ച വിജയം സംഭവിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും. നമുക്കറിയാം, ഇന്ത്യയുടെ കടിഞ്ഞാൺ ആരുടെ കൈകളിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ മർമ്മപ്രധാന സ്ഥാനം വഹിക്കുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ്. കാരണം 80 ലോക്സഭാ പ്രതിനിധികളെയാണ് ഉത്തർപ്രദേശ് പാർലമെന്റിലേക്ക് അയക്കുന്നത്. ഇവിടെ BJP 73 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, സഖ്യകക്ഷികളായ രാഷ്ട്രീയ ലോക്ദളും അപ്നാദളും ആകെയുള്ള 80 സീറ്റുകളിൽ 2 സീറ്റുകൾ വീതം നേടുമെന്നുകൂടി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 3 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ആയിരിക്കും വിജയിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, കോൺഗ്രസ് പാർട്ടിയും മായാവതിയുടെ BSPയും ഇവിടെ 0 എന്ന നിലയിലേക്ക് എത്തും എന്നാണ് സർവേ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു ഒരു കാലത്ത് ഉത്തർപ്രദേശിലെ വോട്ടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസ് ഇന്ത്യ ഒട്ടാകെ തിളങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ 2014 കേവലം 2 സീറ്റുകൾ മാത്രമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിന് നൽകിയത്. ഒന്ന് റായ്ബറേലി ആയിരുന്നു, അവിടെ സോണിയാഗാന്ധി മത്സരിച്ചു. മറ്റൊന്ന് അമേഠി ആയിരുന്നു, രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിജയിച്ച് കയറുകയും ചെയ്തു. പക്ഷേ 2019 എത്തിയപ്പോൾ ഈ 2 സീറ്റ് എന്നുള്ളത് ഒന്നായി കുറഞ്ഞു. റായ്ബറേലിയിൽ നിന്നും സോണിയാഗാന്ധി മാത്രമാണ് വിജയിച്ച് കയറിയത്. അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിയെ പാർലമെന്റിന്റെ പടി കയറ്റി വിട്ടത് നമ്മുടെ സംസ്ഥാനത്തെ വയനാട് ലോക്സഭാ മണ്ഡലമാണ്. എന്തായാലും സമാജ്വാദി പാർട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു വലിയ തിരിച്ചുവരവിന് കൂടി കോൺഗ്രസ് ഇത്തവണ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും മങ്ങലേൽപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇന്ത്യ TV CNX സർവേ ഫലം. എന്തായാലും UPയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ കണക്കുകൾ കണ്ട് വലിയ ഞെട്ടലിൽ തന്നെയാണ്. ഇത്തവണ കോൺഗ്രസ് പാർട്ടി ഉത്തർപ്രദേശിൽ 0 എത്തുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഉത്തർപ്രദേശിലേക്ക് അവർക്കൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.